ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. എങ്ങോട്ടേക്കെന്നല്ലേ? ഒരു പൂരത്തിന്, ചെറുമനേങ്ങാട് പൂരം. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. സോ ഗായ്സ്, ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. ഇത് എല്ലാവരെയും പരിചയപ്പെടുക. അതിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇതാണ് ഹസ്ബൻഡ്. ഫാമിലീനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഞങ്ങൾ പോകുന്നത് ഓട്ടോയിലായിരുന്നു. കാരണം അധികം ദൂരമൊന്നുമില്ല, ഒരു അരമണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ചെറുമനേങ്ങാടാണ് സ്ഥലം, ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഒരു ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ ഈ പൂരം നടക്കുന്നത്. ഞങ്ങളങ്ങനെ പോയി ഒരു അരമണിക്കൂർ കഷ്ടമായപ്പോഴേക്കും ദേ കാണുന്നതാണ് മാമൻ്റെ വീട്, അതായത് ഏട്ടൻ്റെ തറവാട്. അവിടെ എത്തി. അവിടെ ഓട്ടോ ഒക്കെ ഞങ്ങൾ സൈഡാക്കി ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നിട്ടാണ് പോണത് കേട്ടോ. അതായത് ഞാൻ പോണ വഴിക്ക് കണ്ടത് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. പിന്നെ എനിക്ക് ഒരു കൗതുകമായി തോന്നിയത് ഇതാ ഈ ഒരു സാധനമായിരുന്നു. ഒരാൾ ഇങ്ങനെ തലപ്പാവൊക്കെ വെച്ചിട്ട് ആ സാധനം ഇങ്ങനെ വായിക്കുന്നത്. ഒരു സിനിമാ പാട്ടാണ് ഇങ്ങനെ ആളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലം കാര്യങ്ങളൊക്കെ. ഓരോ ദേശത്തിൻ്റെ ആനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാവരുടെയും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനമായിരിക്കും അല്ലേ, ഈ മൈലാഞ്ചിരി അച്ചി എന്ന് പറയണത്. ഒരുപാട് കടക്കാരുണ്ടായിരുന്നു, അതാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. പൂരപ്പറമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, ഇവിടെ അതുതന്നെയായിരുന്നു അവസ്ഥ. പലതരം സാധനങ്ങൾ. ഇതേ അതൊക്കെ കണ്ടപ്പോൾ കുട്ടി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേ ആളും ഇതേപോലെ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ ദേശത്തിൻ്റെതും ഇതേപോലെ ഒരു 6 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ദേശത്തിൻ്റെ ആനകൾ ഇങ്ങനെ വരികയാണ്. ഇതാ ചെറിയ ആൾ, അത് ഏട്ടൻ്റെ അനിയത്തിയുടെ കുട്ടിയാണ് കേട്ടോ. ഇതാണ് ഏട്ടൻ്റെ ചേച്ചി. ഞങ്ങൾ ഇത്രയും പേരെ പോയത്, അവൾ അമ്മ അല്ലാതെ ആദ്യമായിട്ട് ഞങ്ങളെ കൂടെ വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഓരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടും അവൾ ആദ്യമായിട്ട് ആനേനെ കാണുന്നതും, അപ്പോൾ അതിൻ്റെയൊക്കെ കൗതുകത്തിൽ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു സംഭവം ഇതെനിക്ക് ആ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാ ഈ ഒരു ബലൂൺ ടൈപ്പ് ഈ ഒരു സാധനമായിരുന്നു. ആനേനെ ഇഷ്ടമാണെങ്കിലും കൂടി എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. ഞാനങ്ങനെ അടുത്തൊന്നും പോയി നിൽക്കില്ല, എങ്ങാനും ഓടിക്കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഞാൻ കുറച്ച് വിട്ട് നിന്നിട്ട് ഇങ്ങനെ സൂം ചെയ്തിട്ടൊക്കെയാണ് ആനയുടെ എടുക്കുന്നത്. നമുക്ക് ആനയുടെ അടുത്തേക്ക് തന്നെ പോകാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ഓരോരുത്തർ ആനപ്പുറത്തൊക്കെ കയറി നിൽക്കുന്നത്. ചിലർ ആനപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ വെഞ്ചാമരം വീശുന്നുണ്ട്. ഇത് എൻ്റെ ബാക്കിൽ കാണുന്നത് ഏട്ടൻ്റെ മാമനാണ് കേട്ടോ. ആൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. ഇതേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ ആനപ്പുറത്ത് കയറി നിന്നിട്ട് വെഞ്ചാമരമൊക്കെ വീശുകയാണ്. ഇതേപോലെ തൊട്ടപ്പുറത്തും കുറച്ച് പേര് നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവർ അമ്പലത്തിനുള്ളിലേക്ക് ആനേനെ കയറ്റുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണുന്നതൊക്കെ. ഞങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ പോയതിനെ അപേക്ഷിച്ച് ഇത്തവണ ആൾക്കാർ കുറച്ച് കുറവായി തോന്നി. അത് എന്തുകൊണ്ടറിയില്ല, ഓരോ ദേശത്തിൻ്റെ അത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞങ്ങൾ നേരത്തെ എത്തിയോണ്ടാണെന്ന് അറിയില്ല. പിന്നെ അവിടെ കണ്ടതായിരുന്നു ഇതേപോലെ കുലുക്കി സർബത്ത് അടിക്കുന്ന ഏട്ടന്മാർ തന്നെ. ഈ ഏട്ടൻ ഞാനവിടെ വീഡിയോ എടുക്കുമ്പോൾ അതിനാകെ നാണക്കേടായിട്ടുണ്ടായിരുന്നു. അവൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ് കേട്ടോ, ചിരിക്കണമെന്നാണ് കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടക്കാരും കാര്യങ്ങളൊക്കെ, ചെറിയ കുട്ടികളുടെ കണ്ണിൽ പൊടി ഇടുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതേമാതിരി അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചെറിയ പിള്ളേരെ മാത്രമല്ല, നമ്മളെ വലിയ ആൾക്കാർക്കും ഇങ്ങനെ കുറച്ചിങ്ങനെ ഇതിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ, ഇപ്പോൾ പൊതുവെ എനിക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഒന്നും മേടിക്കില്ല. എല്ലാ കടയുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്ന് നോക്കി. അപ്പോൾ ഇതാ ഇവൻ്റെ ടൈം ആയിട്ടുണ്ട്. അവൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കുകയാണ് എന്തെന്താ എടുക്കുകയാണ്. പക്ഷെ അവനൊന്നും പറ്റില്ല, എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ട്. ഇല്ലാത്ത യുണീക്കായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കി നടക്കുകയാണ്. ചെറിയ ആളോ അവൻ എന്താ വാങ്ങുന്നത് നോക്കി നിൽക്കുകയാണ്. അവസാനം ഇതേ അവൻ ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങിക്കൊടുത്തു. അവൾക്ക് ഒരു കിച്ചൺ സെറ്റ് പോലത്തതും മേടിച്ചു കൊടുത്തു. കിച്ചൺ സെറ്റല്ല, കുറച്ചിങ്ങനെ വെജിറ്റബിൾസും അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ളൊരു സംഭവം. പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ബലൂണും 2 അവർക്ക് മേടിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങനെ പലഹാരം വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതേപോലെ സ്നാക്സ് വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, ജ്യൂസും കാര്യങ്ങളും വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ നേരത്തെ അതൊക്കെ തന്നെ വെച്ചിരിക്കുന്ന കാണാൻ. ഞങ്ങളങ്ങനെ നടന്നു പോയി. ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് ഇങ്ങനെ ഈ സ്നാക്സ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. പലതരം വെറൈറ്റി സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നൊരു 4 സമൂസ മേടിച്ചിട്ട് ഞങ്ങൾ കഴിച്ച്. തൊട്ടിപ്പുറത്ത് തന്നെ ഇപ്പം നേരത്തെ കുലുക്കി അടിക്കണ കണ്ടില്ലേ, അവിടെ നിന്ന് ഞങ്ങൾ 2 തണ്ണിമത്തൻ ജ്യൂസും 2 ബൂസ്റ്റ് കുലുക്കി അടിച്ചു. ബൂസ്റ്റ് കുലുക്കിയും കഴിച്ചു. അപ്പോൾ ആ ചേട്ടൻ്റെ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളത് കണ്ടപ്പോൾ വിചാരിച്ചത് നല്ല ഹൈപ്പുള്ള കടയായിരിക്കും, ഭയങ്കര ഇതായിരിക്കും. ആ ചേട്ടൻ്റെ ആൾക്കാരെ കണ്ടപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ലാഗിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ 2 ബൂസ്റ്റ് കുലുക്കിക്കേണ്ടി നിന്നിട്ടുണ്ടാവും. ആ ചേട്ടൻ ആ ബൂസ്റ്റ് പൊട്ടിക്കാനും പറ്റുന്നില്ല, അത് അതിലേക്ക് ഇടാനും പറ്റണില്ല എന്ന് പറയില്ലേ, അങ്ങനെ ഞങ്ങളതിനെ നിർത്തി ലാഗടിപ്പിച്ചു. കഴിക്കാതെ പോയല്ലോ എന്ന് വരെ വിചാരിച്ചു. പക്ഷെ എന്നാലും ആൾക്കാരുടെ ഒരു വെയിറ്റിംഗ് കണ്ടപ്പോൾ നല്ല അടിപൊളിയായിരിക്കും വിചാരിച്ചു. പക്ഷേ അങ്ങനെ വിചാരിച്ചത്ര ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല. ഇതാണ് നൈറ്റിലെ സീനാണ്. ഒരു 7 മണി 7:15 അമ്പലത്തിൻ്റെതാണ്. അങ്ങനെ കുറേയൊക്കെ ആൾക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ കൊട്ടും മേളത്തിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര ഡാൻസായിരുന്നു പൂരപ്പറമ്പ് നിന്നിട്ട്. രണ്ടാൾക്കാരും അവൻ കളിക്കണത് എന്തോ അതന്നെ അവൾ നിന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നത്. അവരാ ബലൂണ് കിട്ടിയതിൻ്റെ അവളാ ബലൂണ് കിട്ടിയതിൻ്റെ ക്യൂരിയോസിറ്റിയിലായിരുന്നു അവൾ നിന്നിരുന്നത്. അവരാണെങ്കിൽ പാട്ട് കേട്ടിട്ട് അതുമ്മ ചാടി കളിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ നേരത്തെ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി, ഹൽവ, പൊരി, അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നത്. ഇവിടെ അമ്മയുടെ വീട്ടിലാണ്. ഇതോടെ കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.